ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മീരേനെ വിളിച്ച് പരാതിയൊക്കെ പറയാണ്. അങ്ങനെ പറയാ, എന്റെ പൊന്നു മീര, ഇവിടെ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലുന്നാ തോന്നുന്നത്. തുണി അലക്കാന്, അടുക്കളപ്പണി, തുടയ്ക്കല്, അടിച്ചുവാരല്, ഇനിയിപ്പം പറമ്പ് വൃത്തിയാക്കുന്ന പണി വരെ എനിക്ക് തരാനാ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഏതായാലും നീ ഇനി പണി ചെയ്തല്ലേ പറ്റൂ. രേവതിയുടെ കാല് ശരിയാകുന്നത് വരെ നീ എന്തൊക്കെ പറഞ്ഞാലും പണിയെടുക്കേണ്ടി വരും. രേവതിയുടെ കാല് ശരിയാകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് ശരിയാക്കിയാൽ കുഴപ്പമില്ലല്ലോ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, എനിക്ക് നടുവേദനയാന്നും പറഞ്ഞ് ഞാനങ്ങ് കിടക്കാൻ പോവാ. നിനക്കറിയാമോ രേവതിനെ സച്ചി എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന്? അവളുടെ കാല് വയ്യാത്തത് കൊണ്ട് ഏതു നേരവും അവളുടെ പുറകെയാ. മാത്രമല്ല, അവളെ സ്നേഹിക്കുന്നത് കണ്ടു നിന്ന് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നും. അതുപോലെയാ സ്നേഹിക്കുന്നത്. ഞാനും ഒന്ന് നടുവേദനയാന്ന് പറഞ്ഞ് കിടക്കാൻ പോവാ. എന്നെ സുധി സ്നേഹിക്കട്ടെ, അതെനിക്ക് കാണാലോ. പിന്നെ സച്ചിയല്ല സുധി. സുധി സ്നേഹിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്താ എന്റെ സുധി സ്നേഹിക്കാത്തത്? സുധി സ്നേഹിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നു മീരെ, ഞാനേ 2 ദിവസത്തിനുള്ളിൽ അങ്ങ് സ്വർഗലോകത്തേക്ക് പോകും. നീ ലോകത്തിലേക്ക് പോകാനോ? നീ സ്വർഗത്തിൽ തന്നെ പോവോടി? എടി, ശവത്തെ കുത്തരുത് കേട്ടോ. എനിക്ക് ഒട്ടും പറ്റത്തില്ലടി, ഒട്ടും പറ്റത്തില്ല. ഇങ്ങനെ പണി ചെയ്യാൻ ഇനി ഞാനിവിടെ നിൽക്കത്തില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അത് ഉറപ്പാ. അല്ലെങ്കിലേ ഈ തള്ള എന്നെ പണിയെടുത്ത് എന്റെ നടു ഒടിക്കും. സത്യത്തിൽ ഞാൻ നടുവേദനയായിട്ട് കിടക്കേണ്ട വരും ലാസ്റ്റ്. അതിനു മുമ്പ് ഇപ്പോഴേ അഭിനയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ തുടങ്ങാൻ പോവാ, അഭിനയം ഞാൻ തുടങ്ങാൻ പോവാ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് മീര കേട്ടിട്ട് പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസത്തേനല്ലേ, നീ അങ്ങോട്ട് ക്ഷമിക്കുക, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റത്തൊന്നുമില്ല. ശ്രുതിക്ക് പണിയെടുക്കുമ്പോൾ വേർക്കുന്ന ഒരു അസുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അതിന് പറ്റത്തില്ല. അപ്പൊ ശ്രുതി ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പൊ അടുത്ത പ്ലാൻ എന്താ? തള്ള എന്നെ കൊണ്ട് പണിയിപ്പിക്കും, അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അടുത്ത പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി ഇങ്ങനെ സ്വയമേ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. മീരയാണെ ഫോൺ വെച്ചിട്ട് പോവുകയും ചെയ്തു. അച്ചമ്മ ആരാ സാധനം? നമ്മുടെ ശ്രുതിയെ പിടിച്ചെടുത്ത് അച്ചമ്മയ്ക്ക് ഇരുത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ അച്ചമ്മ ഇത്രയൊക്കെ സാധിപ്പിച്ചെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചമ്മ പറയുന്നത് പോലെ വരച്ച വരയിൽ തന്നെ ശ്രുതി നിൽക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ശ്രുതിനെ നിർത്തും. ചന്ദ്രനെ നിർത്താൻ പോകുന്നുള്ളൂ. ചന്ദ്ര സുഖിക്കാൻ വേണ്ടി പോയതല്ല. ചന്ദ്ര വരട്ടെ, വന്നു കഴിയുമ്പോൾ തുടങ്ങും. ചന്ദ്രക്കിട്ടു 8ന്റെ പണി തുടങ്ങും. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയാണ്. അപ്പൊ സുധിയാണെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയൊക്കെ നടക്കുകയാണല്ലോ, വീട്ടിലിരിക്കണ്ടല്ലോ. ഔട്ടിംഗ് ഒക്കെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. അത് പക്ഷെ ഫ്ലോപ്പ് ആയി പോയി. എങ്കിലും നമ്മുടെ ശ്രുതി കറങ്ങാനൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പൊ ശ്രുതി കറങ്ങാൻ ഇറങ്ങി ആ പാർക്കില്ലേ, പണ്ടത്തെ പാർക്കിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിക്ക് നൊസ്റ്റ് പഠിച്ചു കേട്ടോ. ശ്രുതി, എന്റെ ഈശ്വര, പാർക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കിട്ടുന്നത്. ഇവിടുത്തെ കാറ്റിന് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. എന്ത് രസമായിരുന്നു അന്നൊക്കെയുള്ള ഒരു ജീവിതം. ഇവിടെ വരുന്നു, വെറുതെ ഇരിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു. എന്തൊരു സുഖമായിരുന്നു അന്നത്തെ ആ ഒരു കാലം. സച്ചിയല്ലേ എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞത്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതിനകത്ത് കയറിയില്ലെങ്കിലേ മിസ് ചെയ്യും, ശരിക്കും മിസ് ചെയ്യും. എന്നാ പിന്നെ ഇതിനകത്ത് കയറാന്ന് പറഞ്ഞ് ആ പാർക്കിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. അപ്പം പുള്ളിക്കാരൻ ഇന്ന് കട അവധിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെയൊക്കെ ഇരിക്കുന്നതല്ലേ, പുള്ളിക്കാരന് ചുറ്റിക്കറങ്ങി നടക്കാമല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നീലിമ ഏർപ്പാടാക്കിയ 2 ഗുണ്ടകളില്ലേ, അതായത് നീലിമ നമ്മുടെ സുധീനെ പൊക്കാൻ വേണ്ടി 2 ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു. ആ ഗുണ്ടയില് ഒരു ഗുണ്ട അവിടെ നിന്നിട്ട്, ഈ പുള്ളിക്കാരൻ ഇത് എങ്ങോട്ടാ കയറി പോകുന്നത്? ഏതായാലും പാർക്കിനകത്തേക്കാന്ന് തോന്നുന്നു പറഞ്ഞ് ആ ഒരു പുള്ളിക്കാരൻ മറ്റേ ഒരു ഗുണ്ടേനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. എടാ, ഇവിടെ ഉണ്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. അയാൾ പാർക്കിനകത്ത് കയറി പോയിട്ടുള്ളതും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ആണോ, എന്നാ പിന്നെ മേഡം പറഞ്ഞ ഓപ്പറേഷൻ ഇന്ന് തന്നെ നമുക്ക് അങ്ങ് നടത്തിയേക്കാം. എന്നാ പിന്നെ വിട്ടുകളയേണ്ട കാര്യമില്ല. ഇതാ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ രണ്ടും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ഇവന്മാരും പാർക്കിനകത്തേക്ക് കയറി പോകണം. ഈ ഒരു സമയത്ത് ശ്രുതിയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെന്നിട്ട് അവരിങ്ങനെ ഓരോ മറ്റേ കളിച്ചോണ്ടൊക്കെ ഇരുന്നില്ലേ, പാർക്കിലെ കുറെ സാധനങ്ങളിൽ കളിച്ചോണ്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടൊക്കെ ചെന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് പാർക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ, പാർക്കുമേറ്റിനെ കണ്ടത്. പാർക്കുമേറ്റ് സുധീനെ കണ്ടത് ഓടി വന്നിട്ട്, ഇതാര് ബ്രോ എന്താ ബ്രോ ഇവിടെ? ബ്രോ വലിയ ബിസിനസ്മാനൊക്കെ ആയിട്ട് ബ്രോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ, പിന്നെ എന്ത് പറ്റി ബ്രോ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബ്രോ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോഴും ബ്രോ ഇവിടെയൊക്കെ
തന്നെയാണോ? ഞാനിപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുകയല്ലേ. ബ്രോയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടല്ലോ, അപ്പൊ ബ്രോയ്ക്ക് ഇങ്ങനെ നടക്കാമല്ലോ, പലിശയ്ക്ക് പൈസയൊക്കെ കൊടുത്താൽ മതിയല്ലോ. ഹാ, എനിക്ക് കഷ്ടപ്പാടും ദുരിതവുമാ. ബിസിനസ്മാനൊക്കെയാ ശരിയാ, പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര കഷ്ടപ്പാടാ ബ്രോ, ഭയങ്കര കഷ്ടപ്പാട്. ഞാൻ ആ കടയിൽ കിടന്നുണ്ടല്ലോ നട്ടം തിരിയാണ്. ഓ, എന്ത് ചെയ്യാനാ, ബിസിനസ്മാൻ ആയി പോയില്ലേ. ഹാ, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളും കുറച്ച് മാസങ്ങളും കഴിയുമ്പോൾ 2-3 ബ്രാഞ്ചും കൂടെ ഓപ്പൺ ആകും. പിന്നെ എനിക്ക് നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അല്ല ബ്രോയുടെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാലേ ഞാൻ പലിശയ്ക്ക് അത് കൊടുത്ത് പലിശ മേടിച്ചു തരാം. അയ്യോ ബ്രോ, പൈസയുടെ കാര്യമൊക്കെ എൻ്റെ വൈഫാ കൈകാര്യം ചെയ്യുന്നത്. അങ്ങോട്ട് ഞാൻ എത്തി നോക്കുന്നതേ ഇല്ലാന്ന് പറയുമ്പോ എങ്ങനെ എത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം തീരുവല്ലേ. പൈസ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന സുധിയുടെ സ്വഭാവം മാറുമല്ലേ. പിന്നെ എങ്ങനെ ഭാര്യ പൈസ തരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സുധി ചോദിച്ചു, ബ്രോ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്? ബ്രോ കണ്ടില്ലേ ബ്രോ, അവിടെ നമ്മൾ എത്ര നേരം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ദേ അപ്പുറത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഓർമ്മയൊക്കെ ഇങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ പറയാണ്. രണ്ടുപേരും പരസ്പരം പറയാണ്. അങ്ങനെ നമ്മുടെ സുധി ചോദിക്കുന്നുണ്ട്, അല്ല ബ്രോ എന്നും ഇപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെ വരാതിരിക്കും, വീട്ടിൽ എന്റെ ഭാര്യ അവിടെ എന്നെ ഇരുത്തത്തില്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിലും ബ്രോയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ലേ? ഇവിടെ വരുമ്പോ കിട്ടുന്ന സമാധാനം വേറെ എവിടെ പോയാലും കിട്ടുവോ? എന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്, എന്നാലും ഇവിടെ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ അത് കിട്ടുന്നില്ല. അല്ല, ഇന്ന് എന്ത് പറ്റി ബ്രോ, കട തുറന്നില്ലേ? ഇന്ന് കട തുറക്കാത്തതേ ഒഴിവു ദിവസമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അച്ഛമ്മ കൈയോടുകൂടെ പൊക്കി. ആ സച്ചിയില്ലേ, എന്നെ ഇഷ്ടമില്ലാത്തവന്, എൻ്റെ ഇവിടത്തെ ജോലി കളഞ്ഞവന്. ജോലിയോ? ജോലിയല്ല, നമ്മള് ഇവിടെ നമ്മുടെ വിശ്രമവേള ആനന്ദകരമാക്കിയപ്പോഴത്തേക്കും അവൻ വന്നാണല്ലോ ഇത് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തത്. അവന്റെ ഭാര്യയുടെ കാലൊടിഞ്ഞിരിക്കുക. അതുകൊണ്ട് വീട്ടിലെ പണി മുഴുവനും എൻ്റെ ഭാര്യ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അത് സാരമില്ല, അവൾ അവിടെ പണി ചെയ്യട്ടെ, എനിക്ക് അവിടെ പൂട്ടിയിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, എൻ്റെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാന്നും പറഞ്ഞേ ഇങ്ങോട്ടേക്ക് പോന്നു. ഓർമ്മയില്ലേ നമ്മൾ ഇവിടെ വരുന്ന കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കിയതും, കടല മേടിക്കുന്ന അയാള് നമുക്ക് പറ്റി തീർത്തു കൊടുക്കാതെ ഇനി കടല തരില്ലെന്ന് പറഞ്ഞതും, അയാളെ നമ്മളെടുത്ത് പഞ്ഞിക്കിട്ടതും, ഇതെല്ലാം ബ്രോയ്ക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ ആ ഓർമ്മകള് ചില ദിവസങ്ങളിൽ മാടി മാടി വിളിക്കും. എന്നെ മാടി മാടി വിളിക്കാറൊന്നുമില്ല, ഞാൻ ഇന്നിവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ആ ഓർമ്മകൾ എന്നെ മാടി മാടി വിളിക്കുന്നത്? എങ്കിലും ബ്രോ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയല്ലോ, മതി ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കണ്ടല്ലോ. ഇങ്ങ് വന്നേ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് പിന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നടന്ന് വീണ്ടും വീണ്ടും ഓർമ്മകൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സുധി പറഞ്ഞു, ഏതായാലും എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണും കാപ്പികുടിയൊക്കെ ഇവിടെ നിന്ന് നടത്താം. ഏതായാലും ബ്രോയുടെ വകയാ ഇന്നത്തെ ഉച്ചമീന്, നല്ല സ്പെഷ്യലും ഒക്കെ മേടിച്ച് ഇന്ന് ഉച്ചയൂണ് ബ്രോ മേടിച്ചു തരണം. ഞാൻ വൈകിട്ടത്തെ ചായയും കടലയും മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ബ്രോ, എൻ്റെ സുധി ബ്രോ വലിയൊരു ബിസിനസ്മാനൊക്കെ ആയിട്ടും ഇപ്പോഴും ആ എച്ചിത്തരം വിട്ടിട്ടില്ലല്ലേ എന്ന്. അപ്പോഴേക്കാണെങ്കിൽ സുധി പറഞ്ഞു, ജീവിച്ചല്ലേ പറ്റൂ, ജീവിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ ഗുണ്ട ഇങ്ങനെ, അതായത് നമ്മുടെ സുധീനെ പൊക്കാൻ വന്ന ഗുണ്ട 2 ഉണ്ടല്ലോ, അവരിങ്ങനെ സുധീനെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ സുധീനെ ഇങ്ങനെ കണ്ടു, അവര് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. എങ്ങനെയെങ്കിലും പൊക്കണമല്ലോ, നീലിമയുടെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിക്കണം. അപ്പൊ ആ ഗുണ്ടകൾ അതിനുള്ള പ്ലാനും പദ്ധതികളിലും ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. രേവതി സച്ചിയും പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിനെ സഹായിച്ച് പൂവൊക്കെ കെട്ടാൻ സച്ചി കൂടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് സച്ചിക്ക് ഓർമ്മ വന്നത്, അല്ല അമ്മ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ, അപ്പൊ ഷെൽഫൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടായിരിക്കുമോ രേവതി പോയിട്ടുള്ളത്? അത് പിന്നെ അമ്മ പൂട്ടാതിരിക്കുമോ? അതിനകത്ത് സ്വർണ്ണങ്ങളൊക്കെ ഇല്ലേ? അതാ എന്റെ പേടി. നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടന് നല്ല പേടിയുണ്ടല്ലേ. എങ്ങനെ പേടിക്കാതിരിക്കും? കണ്ണ് തപ്പിയിട്ടുണ്ടേ അവൻ ഓരോന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവില്ലേ. പേടിക്കാതിരിക്കണോ? പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും സാരമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, ആ സ്വർണ്ണം നമുക്കങ്ങ് എടുത്താലോ. അപ്പൊ എന്റെ ശബ്ദം സച്ചേട്ടൻ മറന്നുപോയോ? ഞാൻ ശബ്ദം ചെയ്തിട്ടില്ലേ, അത് സച്ചേട്ടൻ മറന്നല്ലേ? സച്ചേട്ടന്റെ കൈയും കൊണ്ട് സച്ചേട്ടൻ അധ്വാനിച്ച് മേടിച്ചു തരുന്ന സ്വർണ്ണമല്ലേ ഞാൻ എടുത്തുള്ളൂ, അങ്ങനെയല്ലേ ഞാൻ ശബ്ദം ചെയ്തത്? നിന്റെ ഒരു ശബ്ദം അതൊക്കെ ശരിയാണ്, എങ്കിലും അത് നമുക്ക് കഴുത്തിലും കയ്യിലൊക്കെ ഇടാതിരുന്നാ പോരെ? ഒരു കാര്യം ചെയ്യാം, അത് നമ്മുടെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ തൽക്കാലം അത് നമ്മുടെ ഷെൽഫിൽ ഒന്നും കൊണ്ടുവയ്ക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് പറയാം, ആ ഷെൽഫിലെ അലമാര, ആ ഷെൽഫിലെ താക്കോൽ അച്ഛൻ സൂക്ഷിച്ചോളാൻ. അച്ഛൻ അത് സൂക്ഷിച്ചോളും, അമ്മ വരുമ്പോ കൊടുക്കുകയും ചെയ്തോളും. അതുകൊണ്ടേ സച്ചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ,
സച്ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇനിയിപ്പൊ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ താക്കോലെടുത്തെന്നും നമ്മൾ സ്വർണ്ണം എടുത്തെന്നൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കും. അപ്പോഴത്തേക്കാണ് ഒരു ചൂലും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയും അച്ഛമ്മയും കൂടെ വരുന്നത്. ശ്രുതിയും അച്ഛമ്മയും കൂടെ വരുന്നത്. ശ്രുതിയാണെങ്കിൽ ആ ചൂലൊക്കെ പിടിച്ച് എന്നാ ചെയ്യാനാന്ന് ഓർത്താ വരുന്നത്. അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയുക, തുടയ്ക്ക് തറ തുടയ്ക്ക് അടിച്ചു വാര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഇത് കണ്ടു. സച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. സച്ചി രേവതിനെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി വിളിച്ച് അതേ കണ്ടോ എന്ന് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ തുടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തറ തറ തുടയ്ക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അതായത് തറ തുടയ്ക്കുകയാണോ എന്നാണ് നമ്മുടെ സച്ചി ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രുതിക്ക് സത്യം പറഞ്ഞ ചമ്മലാണ്. ഇവരുടെയൊക്കെ മുമ്പിൽ പണി ചെയ്യേണ്ടി വരുമല്ലോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് വലിയ ബ്യൂട്ടി പാർലറിലെ ഓണറൊക്കെ ആയിട്ട് ചമഞ്ഞ് നടന്നിരുന്ന ശ്രുതിയാണ് ഇപ്പം തറ തുടയ്ക്കുന്നത്. അപ്പം തറ തുടയ്ക്കാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കലി വന്നു. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാനും പറ്റത്തില്ല. അച്ഛമ്മ അവിടെ നിപ്പുണ്ട് താനും. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയോട് സച്ചി പറയോ, എങ്കിലും എൻ്റെ പൊന്നു പൗഡർ എടുത്ത് ഇനി ഈ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേ അല്ല. ബ്യൂട്ടി പാർലറും ബിസിനസ് ലോക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ എൻ്റെ പൗഡർ എടുത്തേക്ക് തുടയ്ക്കാനൊക്കെ അറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതെന്താണ് അവക്ക് തുടയ്ക്കാൻ അറിയാത്തത്? അവക്ക് നന്നായിട്ട് തുടയ്ക്കാൻ അറിയാം. അതെ, പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ തുടയും തൂക്കലും അരക്കലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. അരകല്ലേലായിരുന്നു തേങ്ങ അരച്ചോണ്ടിരുന്നത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് എന്താ ഇപ്പം രോഗങ്ങളെല്ലാം എക്സ്ട്രാ നിങ്ങൾക്ക് കൂട്ടായിട്ട് കിട്ടിയില്ലേ? അതുകൊണ്ടാ മോളെ ശ്രുതി ഞാൻ പറയുന്നത്. മോള് ഇതൊക്കെ ചെയ്തേ പറ്റൂ. മോക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മോക്ക് ഇത് ശീലമാകും. പിന്നെ മോൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞ സമാധാനക്കേട് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ടിരുന്ന് ചിരിക്കാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇനി ഈ പ്രസവമൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഓരോ പണി ചെയ്യണം. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കീറി മുറിക്കുമായിരുന്നോ? പ്രസവമായിരുന്നു, ഓപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി പറയാണ്, ഏതായാലും അപ്പൊ രേവതിക്കും പ്രസവം തന്നെ ആയിരിക്കുമല്ലോ, അവള് പണിയൊക്കെ ചെയ്യുമല്ലോ. ആദ്യം നീയെ അവളെ കൊണ്ട് ആ സന്തോഷ വാർത്ത പറയിപ്പിക്കാൻ നോക്ക്. ആണോന്നും പറഞ്ഞ് മീശ വെച്ചോണ്ട് നടക്കാതെ, നാണമില്ലല്ലോ നിനക്ക്. അപ്പൊ രേവതി ചോദിച്ചു, ഇപ്പൊ സച്ചിയേട്ടന് സമാധാനമായോ അച്ഛമ്മയുടെ വായിലിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പം? അപ്പൊ സച്ചി അങ്ങോട്ട് മുഖമൊക്കെ അങ്ങ് മാറ്റിയിട്ടോ, ഈ അച്ഛമ്മയുടെ ഒരു കാര്യം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇതിനിടയിൽ ശ്രുതി തുടച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ശ്രുതിയുടെ ആ ഒരു ഇത് മൈൻഡ് അങ്ങ് മാറിയിട്ട്, അയ്യോ എൻ്റെ നടുവ് പോയി, അയ്യോ നടുവിന് വേന എടുക്കുന്നേ, നടുവ് കൊളുത്തി പിടിച്ചേന്നും പറഞ്ഞു ഭയങ്കര കാർച്ച. ഇത് കേട്ടത് അച്ഛമ്മ, മോളെ നിനക്ക് എന്താ മോളെ പറ്റിയത്? അയ്യോ എനിക്ക് അറിയില്ല അച്ഛമ്മേ, എൻ്റെ നടു നൂരുന്നില്ല, എൻ്റെ നടു ഉളുക്ക് വീണെന്നാ തോന്നുന്നേ. അയ്യോ പറ്റൂന്ന് തോന്നുന്നില്ല, ഇനി തുടയ്ക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല. അപ്പൊ തുടയ്ക്കാൻ പറ്റത്തില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം. ഡോക്ടറുടെ അടുത്ത് പോകുന്നു വേണ്ട, എൻ്റെ കയ്യിലൊരു ബാമുണ്ട്, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ 10-14 ദിവസത്തിനുള്ളിൽ മാറുമായിരിക്കും അല്ലേ രേവതി? 10-14 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ നടുവേദന പൊക്കോളും. ആണോ? 14 ദിവസം മോളെ റെസ്റ്റ് എടുക്കണോ? അച്ഛമ്മേ 14 ദിവസം റെസ്റ്റ് എടുത്താൽ ഈ നടുവേദന പൊക്കോളും. അതെ, ഞാനൊന്ന് പോയി കിടക്കട്ടെ. പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല അച്ഛമ്മേ, വയ്യ അച്ഛമ്മേ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കാറി വിളിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി പോകും. അപ്പം അച്ഛമ്മ പറഞ്ഞു, മോള് പോയി കിടക്ക. അല്ല അച്ഛമ്മ ഇത് തുടയ്ക്കൂലോ അല്ലേ ബാക്കി? ഞാൻ ബാക്കി തുടച്ചോളാം, മോള് പോയി കിടക്ക. ഏതായാലും ഈ സമയത്ത് അച്ഛമ്മ, എടി ഭയങ്കരി, നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായടി. ഒരിക്കലും ആ അടവേ ഈ കലാവതിയുടെ അടുത്ത് യേശത്തില്ല. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ദേ പോന്ന് കണ്ടില്ലേ, അടവ് അച്ഛമ്മേ അടവ്. പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണ്ട ഞാൻ അറിയാനായിട്ട്. അവൾ അടവ് കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അടവ് കാണിക്കുന്നുണ്ടെങ്കിലേ തിരിച്ചതിലും വലിയ അടവ് കാണിക്കാൻ ഈ കലാവതിക്ക് അറിയാം. നീ നോക്കിക്കോ. അങ്ങനെ ശ്രുതി കെട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി അച്ഛമ്മ അകത്ത് കയറി പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതിയാണെങ്കിൽ പാർക്കിൽ കിടന്ന് തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ പാർക്ക് മേറ്റും കൂടി. ഉയ്യോ, പിള്ളേര് കയറി കളിക്കുന്ന ഓരോ സാധനങ്ങളിൽ കയറുന്നു, കളിക്കുന്നു, കൂവുന്നു, ആടുന്നു, പാടുന്നു. ഏതായാലും ഈ ഗുണ്ടകളെല്ലാം കൂടെ 3 പേരുണ്ട് കേട്ടോ. 3 പേരും കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇവരെ കാണുക. അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്നാ തോന്നുന്നത്. ഇത് ഈ ബുദ്ധി വളർച്ച എത്താത്ത ഏതോ 2 പേരാണ് അതെ കിടന്ന് കാണിക്കുന്നത് കണ്ടില്ലേ, പിള്ളേരെക്കാളും അപ്പുറമായെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അല്ലല്ലല്ല, ആ നിൽക്കുന്ന ആള് തന്നെയാ, മേഡം പറഞ്ഞ ആൾ ആ നിൽക്കുന്നത് തന്നെയാ, നിൽക്കുന്ന ആളെ നമ്മൾ പൊക്കേണ്ടത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ബാക്കി 2 പേരും കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ശ്രുതിനെ തന്നെയാണ് പൊക്കേണ്ടത്. അവിടെയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരനും കൂടെ കിടന്ന് ആർത്ത് തീർത്ത് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് കേട്ടോ.
ഈ ഒരു സമയത്ത് അതിൽ ഒരു ഗുണ്ട പറയാണ്, ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഇവനെ ഇപ്പൊ പൊക്കിക്കൊണ്ട് പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഇവിടെ നിന്ന് ഇവനെ പൊക്കാന്ന് പറഞ്ഞാൽ അത് അവന്റെ കൂടെ ഒരാളുണ്ട്, മാത്രമല്ല ചുറ്റിനും ആൾക്കാരുണ്ട്, ആരെങ്കിലും ഒക്കെ നമ്മളെ ശ്രദ്ധിക്കും, അത് വലിയ പ്രശ്നമാകും. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയി പോകില്ലേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ ഇവിടെ നിന്ന് പൊക്കാൻ പാടില്ല, ഇവൻ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത് നമുക്ക് തക്കം നോക്കിയിരിക്കാം, എന്നിട്ട് നമുക്ക് പൊക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും പ്രൊമോയിൽ കണ്ടു കാണുമായിരിക്കും, പുതിയ ഒരു അതിഥിയൊക്കെ നമ്മുടെ ഈ ഒരു കഥയിലേക്ക് വരുന്നുണ്ട്. നമുക്കെല്ലാം പരിചിതമായ ഒരു അതിഥി തന്നെയാണ്, നമ്മുടെ സുമിത്രയാണ് കേട്ടോ. അപ്പൊ സുമിത്ര ഇതിലേക്ക് ആരായിട്ടാണ് വരുന്നത്, ഇനി ഗസ്റ്റ് റോൾ വല്ലതും ആണോ, അതോ ഇനിയിപ്പം കണ്ടിന്യൂസ്ലി അങ്ങോട്ടേക്ക് ഒരു കഥാപാത്രമായിട്ടാണോ വരുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഈ ആഴ്ച തന്നെ പുള്ളിക്കാരി എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്. ഇനിയിപ്പം ആൾക്കാർ പറയുന്നുണ്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് കഥ കുളവാക്കാനാണോ ചളവാക്കാനാണോ എന്നൊക്കെ. ഏതായാലും കഥ കുളമൊന്നും ആവില്ല, അടിപൊളിയായിട്ട് തന്നെ കഥ മുന്നിലേക്ക് പോകും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം ആകട്ടെ എന്നും നല്ലൊരു മോർണിംഗ് ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നയനയുടെയും ആദർശിന്റെയും കഥയുമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ, ആ നയനയുടെയും ആദർശിന്റെയും കഥയായിട്ട് കാണാട്ടോ. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.